സ്റ്റാർ മാജിക്കിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയതാണ് ജസീല പർവീൻ. അന്യനാട്ടുകാരിയാണെങ്കിലും മലയാളികൾ മികച്ച പിന്തുണയായിരുന്നു ജസീലയ്ക്ക് നൽകിയത്. മുൻ പങ്കാളിയിൽ നിന്നും നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചും ശാരീരികമായ ആക്രമണത്തെക്കുറിച്ചും അവർ തുറന്നു പറഞ്ഞിരുന്നു. മദ്യപാനശീലവും പുകവലിയും ചോദ്യം ചെയ്തതോടെയായിരുന്നു അദ്ദേഹം പ്രകോപിതനായത്. പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചെങ്കിലും കാര്യമായ നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതിന് ശേഷമാണ് FIR പോലും ഇട്ടതെന്നും അന്ന് ജസീല പറഞ്ഞിരുന്നു. വയറിന് ചവിട്ടുകയും മുഖത്തടിക്കുകയും തറയിലൂടെ വലിച്ചിഴയ്ക്കുകയുമൊക്കെ ചെയ്തപ്പോൾ ബ്ലീഡിംഗ് ആയിരുന്നു. മുഖത്ത് ആഞ്ഞടിച്ചപ്പോൾ ചുണ്ട് കീറിപ്പോയി. എന്നെ ആശുപത്രിയിൽ എത്തിക്കൂ എന്ന് കേണു പറഞ്ഞിട്ടും കേൾക്കുന്നില്ലായിരുന്നു. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. കോണിപ്പടിയിൽ നിന്നും വഴുതി വീണതാണെന്നും ഡോക്ടറോട് പറഞ്ഞു. പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്നു അന്ന്. ഞാൻ കൊടുത്ത പരാതിയിൽ ഇന്നുവരെ നീതി നടപ്പിലായിട്ടില്ല. കൃത്യമായ തെളിവുകളെല്ലാം തന്നെ ഉണ്ടായിട്ടും ഇന്നും നീതി ലഭിച്ചില്ല. 2 വർഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇനി അതിന് പിന്നാലെ പോവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ജസീല പറയുന്നു. ലക്ഷ്മി നക്ഷത്രയുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നു ജസീല കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ബിനു അടിമാലിയും ലക്ഷ്മിക്കൊപ്പം ഉണ്ടായിരുന്നു. നേരിൽ അറിഞ്ഞത് ഇഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. ലിവിങ് ടുഗദറിലായിരുന്നു. ഉപദ്രവം സഹിക്കാൻ പറ്റാതായപ്പോഴാണ് പിരിഞ്ഞത്. മെൻ്റലി ഫിസിക്കലി അത്രയും മുറിവേറ്റിരുന്നു. എനിക്ക് കാര്യങ്ങൾ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഡിപ്രഷനിലായിരുന്നു. കേസൊക്കെ കൊടുത്തിരുന്നു. എന്നെ സെലിബ്രിറ്റിയായാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല. 8 മാസത്തോളം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. എൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിലും എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് ഞാൻ എല്ലാം നിർത്താൻ തീരുമാനിച്ചത്. ചെറിയ കാര്യമല്ലെങ്കിലും എന്നെ വിളിക്കും. എനിക്ക് നീതി കിട്ടാത്തത് കൊണ്ട് 2 വർഷം നഷ്ടമായതുകൊണ്ടും ഞാൻ നിർത്തി. ഇനി ഫൈറ്റ് ചെയ്യാൻ വയ്യ. സ്റ്റാർ മാജിക് കഴിഞ്ഞതോടെയായിരുന്നു വണ്ണം വെച്ചത്. ഒന്നാമത് പണിയില്ല, പിന്നെ ഡിപ്രഷനും. 12 ഗുളിക വരെ എടുക്കണമായിരുന്നു ഒരു ദിവസം. എന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ എന്നും ജസീല പർവീൻ പറയുന്നു.